നീ ഇന്നലെ എപ്പോഴാണ് അവിടെ വന്ന് കിളിയെ വന്ന് നോക്കുന്നേ? ഇന്ന് രാവിലെ നോക്കുമ്പോഴാ കാണാതായത്. അത്രയും വിലയുള്ള കിളിയാന്ന് അറിയോ നിനക്ക്? എനിക്കറിയാഞ്ഞിട്ടാണോ അപ്പേ? പിന്നെ എവിടെ പോകാനായിട്ടാ? വൈകുന്നേരം 6 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കിളി പിന്നെ എവിടെ പോയി? അപ്പ ഇനി കിളി പറഞ്ഞു കാണൂ. അതെങ്ങനെ കിളി പറന്നു പോകും? കൂട്ടിൽ അടച്ചേക്കുന്ന കിളി എങ്ങനെ പറഞ്ഞു? മന്ദബുദ്ധി. ആരെങ്കിലും എടുത്തോണ്ടേ കാണൂ. പിന്നെ എങ്ങനെ കിളി വിടുന്ന? അപ്പ ഇനി അപ്പ ആരുടെങ്കിലും അടുത്തുനിന്ന് കടം മേടിച്ചു? പിന്നെ കടം ആര് മേടിച്ച്? ഞാൻ കടം മേടിച്ചേക്കുന്നത് നീ കണ്ടോ? ആ അപ്പ ഇന്നലെ വന്ന 3 പിള്ളേരില്ലേ? ഏതാ 3 കുരുപ്പുകളോ? ആ അവരെന്തുവായിരുന്നു പറഞ്ഞത്? അവര് കിളിയെ മോഷ്ടിക്കുമെന്നും കൊണ്ടല്ലായിരുന്നു? ആ ശരിയാ, ഇന്നലെ അതിന്റെ അകത്തൊരു ചെറിയ കുരുപ്പ് പറഞ്ഞായിരുന്നു. അവന്റെ ഒലിപ്പിക്കല് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഇന്നലെ അവൻ ആ കിളിയെ തൂക്കുന്നവൻ പറഞ്ഞായിരുന്നു അവൻ. ഹലോ, ആദിത്യന്റെ അമ്മയല്ലേ? അവനെന്തിനെ? ആദി, നീ അവിടെ എന്നെ എടുക്കുവാടാ? ഈ ചെറുക്കനെ വിളിച്ചാലും വിളി കേൾക്കത്തില്ല. ആദ്യേ 1 മണിക്കൂറായി നിന്നോട് പറയാൻ തുടങ്ങിയിട്ട് തൂത്ത് വാരാൻ. ഇങ്ങോട്ട് തന്നെ, എനിക്കറിയാം തൂത്ത് വാരാൻ. ഓ, 1 മണിക്കൂറായി നിന്നോട് പറഞ്ഞിട്ട്. നിനക്ക് ചായ വേണോ? അവനെ അടുക്കള ഏൽപ്പിച്ചതാ, കിടക്കുന്ന കണ്ടില്ലേ? ഇതാണോ നീ തൂത്ത് വാരി എന്ന് പറഞ്ഞത്? ഒരു സാധനം എടുത്ത് വെക്കത്തില്ല. നീ ഒന്നും ചെയ്യണ്ടേ, എനിക്ക് സാധനം എടുത്ത് എനിക്കറിയാം. നീ എന്നെ പരിഹാരമൊന്നും വരണ്ട. ഇന്നലെ പാല് മേടിക്കാൻ തന്നെ പൈസ എന്തിയാടാ? പാല് കൊണ്ടുവന്നോ? ഇല്ല. അപ്പൊ കട്ടക്കാപ്പി കുടിച്ചാ മതി. ഇങ്ങനെ ഒരു ഉപയോഗം ഇല്ലാത്ത ഒരുത്തൻ. പിന്നെ ഹലോ, ആദിത്യന്റെ അമ്മയല്ലേ? ആരാ? എന്റെ പേര് ബിജു. എനിക്കൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാനാ വിളിച്ചത്. എന്താ വിളിച്ച? നിങ്ങളുടെ മകനില്ലേ, അവന് നിങ്ങളുടെ കൂടെ നടക്കുന്ന കുറച്ച് അനപരാധി പിള്ളേരുമില്ലേ, അവരെല്ലാം അവിടെ വന്ന് എന്റെ വീടിന്റെ അവിടെ നിന്ന് കിളിയെ മോഷിച്ചിട്ടുണ്ട്. ആര്? ആദിയോ? ആ, ആദ്യം തന്നെ. ഒന്നെങ്കിൽ എനിക്ക് എന്റെ കിളിയെ തരണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ പൈസ തിരിച്ചു തരണം. എന്താണെന്നുണ്ടെങ്കിൽ ഇതിനെ വിളിച്ചു വരും. ഇവനെ കൊണ്ട് നീ ഏതെങ്കിലും പെറ്റ് ഷോപ്പിൽ പോയടാ? അയാളിപ്പോ എന്നെ വിളിച്ചല്ലോ. ആ പെറ്റ് ഷോപ്പിന്റെ ഉടമസ്ഥൻ. നീ അവന്റെ കിളിയെ വല്ലതും എടുത്തോ? അല്ലല്ലോ, എനിക്കറിയാം നീ ആ തന്റെ തന്നെ പാർപ്പാണെന്ന്. നീ കള്ളനല്ലേടാ? മേലല്ല വീട്ടിൽ കയറി പോയതല്ലേ? അടിച്ചെങ്കിൽ പിന്നെ പറയായിരുന്നു. ഇത്ത പറഞ്ഞത് കിളിയെ കിട്ടാതെ പെരന്ന് ചോറായിരുന്നോ? എനിക്ക് ചോറ് തരുമോ? അത് നിന്റെ വീട്ടിൽ നിനക്ക് ചോറ് തരുന്നുണ്ടോ? ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി വെച്ചത്. ഇപ്പൊ നമുക്ക് 3 പേർക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ? പറഞ്ഞ കാര്യം നീ കാരണം നമുക്ക് 3 പേർക്ക് വീട്ടിൽ കയറാൻ പറ്റും. നിന്റെ വാക്ക് കേട്ട് എന്നാ ഇറങ്ങിയോ അന്നെല്ലാം പ്രശ്നമാണ്. ഇവന്റെ കിളിയെ മേടിക്കാനുള്ള ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവളൊരു മയിലും പറക്കാൻ പോകുന്നു. അവിടെ അല്ലാണ്ട് ഇവിടെ ഒന്ന് നിർത്തൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശരിയാക്കാനാ നോക്കേണ്ടത്.
അല്ലാതെ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാനല്ല. എന്ത് പ്രശ്നം? ഇവരെന്ത് പറഞ്ഞല്ലേ കിളി അടിച്ചു മാറ്റുന്നു? ഇവന്റെ വീട്ടിൽ പോയി നോക്കിയാൽ മതി, അവിടെ കിളിയെ കാണും. പിന്നെ നീ ഒന്ന് പോടാ. പട്ടന്മാരെ ആ വെള്ളൈമൂല ക്ലബിലെ പിള്ളേരെ പോലെ നിങ്ങൾ കിടന്ന് അടി ഉണ്ടാക്കാം. നമുക്ക് അവിടെ വരെ പോയി അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം. എന്തിനാ ഇതുവരെ അടി കിട്ടിയില്ല, ഇനി അവിടെ ചെന്ന് ചോദിച്ചു കാണണം. ആദ്യം നമുക്ക് അവിടെ പോയി ആ പുള്ളി പറഞ്ഞത് ഉള്ളതാണോ അതോ വല്ല കള്ളമാണോ പറഞ്ഞത് നോക്കണം. എന്നിട്ട് ഉള്ളതാണ് അതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്തണം. നമ്മൾ പെട്ടു പോത്ത്. അപ്പാ ഒറ്റ പിള്ളേര്. നിങ്ങളോ? നിനക്ക് എന്നാ ധരിച്ചാണ് താനൊന്നും ചെയ്യത്തില്ല ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി. 6 മണി വരെ ആ കിളിയാ എന്റെ മേലുണ്ടായിരുന്നു. അതിന് ശേഷം അത് മിസ്സായിക്കുന്നത്. നീ എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് പോയാടാ കുരുപ്പേ. നീ എന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു അല്ല? എടോ നോക്ക്, തന്റെ കിളി പോക്കറ്റിലില്ല, ഞങ്ങളാട്ട് എടുത്തിട്ട് പോയി. പിന്നെ താൻ പറഞ്ഞ പോലെ എന്റെ അന്ത ഗൾഫില്. തന്റെ പോലെ 10 കിളി എനിക്ക് ഇവിടെ ഇറക്കാനേ ഉള്ളൂ. എന്നിട്ടാണോ നീ എന്റെ വീട്ടിൽ തണ്ടാൻ വന്ന കഴിഞ്ഞ ദിവസം? കിളിയെ കാണാൻ വന്നേട്ട. അത് ശരിയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷേ അതിന് മാത്രമുള്ള പൈസ ഞങ്ങളെ ഇല്ല. അന്നേരത്തെ ഒരു ആവേശത്തിന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതാ. ചേട്ടാ ക്ഷമിക്കണം. എനിക്ക് നിന്നോടാ പറയാനുള്ളത്. നീ കാരണം ഇവിടുന്ന് കിളി മിസ്സായത്. എനിക്ക് ആ കിളി അതേ കൂട് അതേ സംഭവം എനിക്ക് ഇവിടെ കിട്ടണം കേട്ടോ, എന്റെ വീട്ടിൽ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കിളി ഞങ്ങൾ എടുത്തിട്ടില്ല. അതാണ് എന്റെ യാഥാർത്ഥ്യം. ചേട്ടാ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളല്ലാതെ എടുത്തത്. എന്തൊത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറാ. എടാ നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 1000 രൂപയുണ്ട്. അങ്കിൾക്ക് ഞങ്ങൾ 1000 രൂപ വെച്ചെന്ന് വിചാരിച്ചു. നീ ഞങ്ങളെ വെറുതെ വിടും. 1000 കൊടുക്കയോ? 10-15,000 രൂപ വരെയുള്ള കിളിയാ. 10,000 രൂപ വരെയുള്ള കിളിയാ. എനിക്ക് അതിനെ ഇപ്പൊ കിട്ടണം, ഇവിടെ കിട്ടണം. അങ്കിളെ ഞങ്ങൾക്ക് ഇപ്പൊ കിളിയെ തരാൻ പറ്റത്തില്ല. പക്ഷെ ആ പൈസ തന്നാ മതിയോ? പൈസ കൊണ്ടുപോവാ. എന്തെങ്കിലും കാണി. എങ്ങനെ കൊടുക്കാനാ? ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ആ കിളിയെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് തിരിച്ചു വീട്ടിൽ കൊടുക്കുക. വീട്ടിൽ തിരിച്ചു കയറാൻ പറ്റാത്തത് ഞങ്ങൾക്കല്ല, നിനക്കാ. ഏതായാലും നിങ്ങളെന്തെങ്കിലും പറഞ്ഞ് വീട്ടിൽ കയറ്റും. അല്ല ഞാൻ പുറത്തേക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെ വ്യക്തമായിട്ട് പറ. അങ്ങനെ എന്നെ മാത്രം കുറ്റക്കാരനാക്കണ്ട. പിന്നെ ആരെ പറയണം? നിങ്ങളും ഉണ്ട്. നീ എടുത്തോടാ. പോലീസ് പരിധി കൊടുത്താ നമ്മള് 3 പേരും അകത്താവും. 3 അല്ല 1. നീ നമ്മളിനി എന്ത് ചെയ്യും? മല്ലയ്യ എന്നാണ് ഉദ്ദേശിച്ചത്. നാണോ ഉണ്ടോടാ റെഫറൻസ് തെറ്റി? സ്വന്തമായിട്ട് വല്ല ഡയലോഗ് ഉണ്ടാക്കാനുള്ളേ. നാണില്ലാത്തോണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ തമാശ പറഞ്ഞിരിക്കുന്നത് ചുമ്മാ സൊല്യൂഷൻ കണ്ടു. ലോഷൻ ഒഴിക്കാനോ? എവിടാ സേവിച്ച അണ്ണന്റെ പൈസ മേടിച്ചിട്ട് കാണുന്നില്ലല്ലോ. അത് നമുക്ക് സംസാരിച്ചു നോക്കിട്ട് പറയാൻ പറ്റുള്ളൂ. സേവറെ അത് അണ്ണനോട് ചോദിച്ചാലേ നമുക്ക് പറയാൻ പറ്റും. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ അണ്ണനോട് ചോദിച്ചു നോക്കട്ടെ. സേവിച്ച അതെ അണ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊണ്ട് നിങ്ങൾ എന്താ മനസ്സിലായി. അണ്ണ അവനാ സേവിയർ. രാവിലെ മുടയാ. എന്റെ പൊന്നിനെ കോളം എടുക്കുന്നുണ്ടോ? എന്നെ കൊണ്ട് പൈസ എടുക്കും. ഹലോ, ഞങ്ങൾ കിളിയെ അങ്ങോട്ട് കൊണ്ട് തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ കുണുണാന്ന്? നിർത്തടി, നീ അവിടെ പറഞ്ഞ് കയറി പോകുന്നത്. ഇന്നും കൂടെ കൂട്ടി 3 ദിവസം ഞാൻ ക്ഷമിക്കും. 3 ദിവസത്തിനുള്ളിൽ എനിക്ക് ആ കിളിയെ വേണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കാണാം. പോലീസിനെ വിളിക്കുന്നൊക്കെ പറയുന്നു. 3 ദിവസം കഴിഞ്ഞ് അതും കിളിയെ കൊണ്ട് ചെന്നില്ലെങ്കിൽ അയാൾ പോലീസിനെ വിളിക്കുമെന്ന്. എവിടെ പോവാടാ? അവൻ അവിടെ
നിന്നോട് ആരാ പറഞ്ഞു ഈ കണ്ടത്തിന്റെ സൈഡിലേക്ക് രാവിലെ ഈ കിളി എന്ന് പറഞ്ഞ വല്ല കാക്കയോ കുയിലോ വല്ല ആണോ? ഓ വായിക്കൊള്ളാത്തൊരു പേരും. അതിന് എത്ര രൂപയാന്ന് നിന്റെ വിചാരം? നോക്ക് നിങ്ങൾ ചുമ്മാ എന്ത് കൊക്കയോ കൊട്ടത്തെ നടക്കങ്ങോട്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ എന്റെ വീട്ടിലോട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെവിടെ ഞങ്ങള് പിന്നെ എവിടെ പോവാനാടി? എടാ ഇന്നലെ തന്നെ എന്നെയൊക്കെ ഒരു വിധത്തിലാണ് ഞാൻ ആ വീട്ടിൽ കയറ്റിയത്. ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ അമ്മയും ചേട്ടനൊക്കെ എന്നോട് എന്നാ സ്നേഹമായിരുന്നു. നീ ആ പകുതി സ്നേഹം ഞങ്ങളോടൊന്ന് കാണിക്കാവോ? നിനക്ക് നമ്മള് ഫ്രണ്ട്സ് അല്ലേ? പണ്ട് മുതലേ കാണുന്നല്ലേടി. വിഷ്ണുവായിട്ട് ഇന്ന് വേറെ എവിടെയെങ്കിലും പോയി കിടന്നു. എടി പുള്ളി നമുക്കത് പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നിവിടെ ഞങ്ങളെ നാളെ ഞാൻ എങ്ങനെയും വീട്ടിൽ പോയിക്കോളാം. ഇനിയിപ്പോ ആരോട് ചോദിക്കാനാ? നമുക്കൊരാളുണ്ട്, ഇവളുടെ ചേട്ടന്റെ അടുത്ത് ചോദിച്ചാൽ. ഒന്ന് പോടാ എണ്ണീറ്റ്. അവന്റെ അടുത്ത് ചോദിക്കാൻ പോലും. എടി എടി പുള്ളിക്ക് പണിയില്ലേ? പുള്ളി ഇന്നലെ എന്തുമാത്രം സാധനം മേടിച്ച? ഒരു 5000 രൂപയ്ക്ക് അടുത്തുള്ള സാധനം മേടിച്ചാലും പുള്ളി 500 രൂപയ്ക്ക് മേടിച്ച. പുള്ളിയോട് ചോദിക്കടാ. അവൻ തരത്തില്ലടാ. പുള്ളി കലിപ്പിക്കോ എന്നോട്? ചോദിക്ക് നീ ആദ്യം. ഫോൺ എടുക്ക്, റിങ്ങേ, വിളിക്കേ. വിളിച്ചല്ലറിയത്ര തരുവല്ലോ. സ്വന്തം ചേട്ടനല്ലേ, തരാതിരിക്കത്തില്ല. ഇവിടെ വലിയ കാര്യാണ്ടേ. അവൻ തക്കം കെട്ടി എന്നെ ആക്രിക്കാർക്ക് കൊടുക്കും. കൊഴപ്പില്ല, വിളിച്ചു നോക്ക്. കിട്ടുന്നുണ്ടോ? പിന്നെ എന്റെ ചേട്ടനാണോ? ഹലോ, പറയടി. ചേട്ടാ. പറഞ്ഞോ. ചേട്ടാ. എന്താ, എന്തിനാ വിളിച്ചേ? കാര്യം പറ. ചേട്ടാ എനിക്ക് കുറച്ച് പൈസ വേണം. പൈസയോ? സിപ്പം മേടിക്കാനുള്ള 30 രൂപ. ഞാൻ അയച്ചിട്ട്. അല്ല, സിപ്പൊന്നും മേടിക്കണ്ട. 30 അല്ലേ? ഇല്ല, ഇച്ചിരൂടെ പൈസ വേണം. പിന്നെ എത്ര? 100 വേണോ? 150 വേണോ? എത്ര വേണ്ടേ? നീ പറ, കേക്കട്ടെ. എത്ര വേണം? ചേട്ടാ ഒരു 8501 രൂപ. 8501 രൂപയോ? എന്തിന്? 8501 രൂപ. അതെന്തിനാ നിനക്ക് 8501 രൂപ? എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ, പറയിച്ചു. എന്താണ്? സ്കൂളില് അല്ല ഹോസ്റ്റലില്. ഹോസ്റ്റലോ? സ്കൂളില് ടൈം ടേബിൾ മേടിക്കാൻ. ഡൈനിങ് ടേബിൾ മേടിക്കാൻ. ഈ ഇടവൊക്കെ ചേട്ടൻ പണ്ട ഇറക്കിയ മോളെ, വിട്ടുപിടി. സത്യം പറ വൈഷ്ണവി, എന്തിനാ നിനക്ക് അത്രയും പൈസ? ചേട്ടാ ഒന്ന് മറിച്ചതാടാ, ഒരു അത്യാവശ്യത്തിനാടാ. ഇല്ല അനിയത്തി, മറിച്ച് തരില്ല. കാരണം പറഞ്ഞാൽ ഇവന്മാർക്ക് വിശക്കുന്നു, ഫുഡ് മേടിച്ചു കൊടുക്കാനാ. പക്ഷെ അതിന് 8500 രൂപ എന്തിനാ? ഒരു മന്തി 1000 താഴെയല്ലേ വിലയുള്ളൂ. ഫ്രണ്ട്സിനൊക്കെ ഒരു ട്രീറ്റ്. 8500 രൂപ ട്രീറ്റോ? അതെന്തോന്നു ട്രീറ്റ്? ഒരു കാരണമില്ലാതായാലും ഇങ്ങനെ ചെയ്യും. ഇപ്പൊ തരുവോ ഇല്ലോ ഇയാള് പൈസ? ഇല്ല, കാരണം ഇയാളുടെ പൈസ എനിക്ക് വേണ്ടോ. ഇയാൾ കൊണ്ട് പുഴുങ്ങി തിന്നി. ഇന്നലെ വിഷ്ണുവേട്ടൻ ചുമ. ഇന്നലെ തന്നെ പുള്ളി കലിപ്പ്. വിഷ്ണുവേട്ടന്റെ വിചാരം പുള്ളി എന്റെ അപ്പനാന്ന. പുള്ളി എന്നെ പാവാണെന്ന്. ആണോ? നൈസ് കമ്പനി. അതല്ലല്ലോ ഇവിടുത്തെ ഇപ്പൊ പ്രശ്നം. അല്ല, നമ്മളെന്തിനാ ആക്കളി ഇവിടെ തപ്പി നടക്കുന്നേ? അത് അവിടുന്ന് പെയിന്റ് കൊടുക്കാലോ. പെയിന്റ് അടിച്ചു കൊടുക്കാനോ? എടി ഇവന്റെ തന്ത കിളിരായൻ പണ്ടൊരു കൊക്കിനെ പെയിന്റ് അടിച്ചു കൊടുത്ത്. അന്ന് നാട്ടുകാർ ഇറങ്ങിയിട്ടിട്ടുണ്ടല്ലോ. നിക്കുന്ന അയ്യത്ത് നിക്കുന്ന തെങ്ങ് കണ്ടോ? ഇവന്റെ അതാണ് അവിടെ കെട്ടിയിട്ടത്. പണ്ടാണല്ലേ നീ ആ തന്തയുടെ മോതന്നല്ലേടാ. നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ ഉപ്പ ബാങ്ക് വിളിക്കുമ്പോ തന്നെ കവറും കൊണ്ട് ഓടുന്ന പുള്ളിയല്ലേ. എല്ലാത്തരും ഉണ്ടാക്കി പറയട്ടെ, ചാകം കൊണ്ടാവുന്ന കിട്ടുകൂടി. ഞാൻ വരുന്നുണ്ടേ. ഇടവെല്ലാം കിട്ടിയോ? ഇവിടൊന്നും കിട്ടിയില്ല, വെറുതെ വന്ന്. ഞാൻ എന്നാലും വിളിച്ചാ ഒരു കൂട്ടുകാരനുണ്ട്. ആരോടാടാ? അവിടെ വെള്ളിമുല ക്ലബിലെ. വെള്ളിമുല ക്ലബ്ബ്. എടാ ആരാത്? എടാ നിനക്കറിയാം, നീ കണ്ടിട്ടുണ്ട്. മറ്റേ അതന്നെ. നോക്ക്, നിങ്ങൾ വിളിച്ചു നോക്ക്. നമ്മള് വഴികളും വരുന്ന മാർഗങ്ങളും അടയ്ക്കണ്ട. നിങ്ങൾ വിളിച്ചു നോക്ക്. ഹലോ, എവിടാ? ഒരു ഹെൽപ്പ് ചെയ്യോ? ജീപ്പല്ല ഫണ്ട് എല്ലാം കാണുമോ?
ഒന്ന് മറിക്കാനായിട്ടായിരുന്നു, അത്യാവശ്യമായിരുന്നു. എന്തുപാട്, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേടി. എടാ ഒരു 8500. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവനൊക്കെ എച്ചിയാ. അത് തന്നെ. ദേ GP ആയിട്ട് മെസ്സേജ് ഇട്ട് എനിക്ക് നോക്കട്ടെ. പൈസ ആണ് നോക്കടാ. ആണെന്ന് തോന്നുന്നു, അവനായിരിക്കും ചെക്കനെ ഇടും. പിന്നെ ആ തേഞ്ഞ് ബിജു ആട്ടോ, പുള്ളി 1 രൂപ ഇട്ട് എനിക്കെന്തോ മെസ്സേജ് ഇട്ട് 2 ദിവസം പോയി ക്ലിയർ കൊണ്ടുവരണോ, 2 ദിവസം പോയി ക്ലിയർ കൊണ്ടുവരണോ. പൈസ ആയിട്ട് കൊടുക്കണമെങ്കിൽ 1 രൂപ കൊടുക്കണം. എന്ത് ഇപ്പൊ പുള്ളി അയച്ചില്ലേ, അതും കൂടെ പുള്ളി കൂട്ടി. എന്താ കിഴക്കനത്. ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ട് നിങ്ങൾ എന്റെ കൂടെ വീട്ടിലോട്ട് പോര്. ആ അത് നല്ല ഐഡിയ. നമുക്ക് കാര്യങ്ങളൊക്കെ വൈകിട്ട് ആലോചിക്കാം. എന്നിട്ട് എടാ എനിക്കൊരു വഴി തെളിഞ്ഞു, നമുക്ക് നാളെ ഒരിടം വരെ പോവാം. നിന്റെ ഒരു 1000 രൂപ കയ്യിലിരിപ്പില്ലേ, അത് കൈ വെച്ചോ. തല്ലി കിട്ടുവോ? തല്ലൊന്നും കിട്ടത്തില്ലടാ, നീ വാടാ വരാൻ. നീ നമ്മളെ എങ്ങോട്ടേ കൊണ്ടുപോകുന്നത്? അത് തന്നെ, എങ്ങോട്ട്? രാവിലെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നേ, ഇപ്പൊ പോവാന്നും പറഞ്ഞു. എടാ ഒരാളുണ്ടടാ. ആരാത്? അത് ഈ EMA രാഘവ. ആര്? EMAയോ? ലോണോ? എന്റെ പോനോട് അതും കൂടെ വലിച്ചിളക്കാൻ വയ്യ, നീ എന്തോ ഓർത്തോണ്ടാ? എടാ EMA രാഘവൻ. അതാരാ? അത് ഈ പുള്ളിയുടെ കയ്യില് സൂര്യന് കീഴെയുള്ള എല്ലാ സാധനവും എല്ലാരും പറയും. കണ്ടാ ആ പുള്ളിയുടെ കോണ്ടാക്ട് ആണ് ഞാൻ ഈ തപ്പുന്നത്. എവിടെ നിന്ന് കിട്ടുമെന്നാ ഞാൻ എവിടെയാലും ചോദിച്ചു നോക്കിയാലോ. എടാ ഈ ഈ ഓരോ സാധനങ്ങളില്ലേ, ആ പുള്ളി അത് ബ്ലാക്ക് ആയിട്ട് EMA ആയിട്ട് ഇറക്കും. ഓഹോ, ആണ്ടാ പുള്ളി ചോദിച്ചു നോക്കിയാലോ, പുള്ളിക്ക് അറിയായിരിക്കുമല്ലോ. എടാ ഇതൊക്കെ വേറൊന്നും കാണത്തില്ലടാ. എനിക്കറിയാം, എനിക്കൊരു പരിചയക്കാരനുണ്ട്, എനിക്ക് ആ പുള്ളി അറിയാം. പക്ഷെ എവിടാണ്? എവിടെയും നോക്ക്, എവിടെയും കാണും. നമുക്ക് നോക്കാം, വാ. എന്നാ വാ. ലോണിന്റെ കണക്ക് പോലെ ചങ്ങനാശ്ശേരി 200, കൊട്ടാരക്കരയിൽ 250, കഞ്ഞാറുമുഖം 150. ഇനി ഒരെണ്ണത്തിൽ കുറവായിരുന്നു. ಕಲ್ಲಿ ಕಮ್ಮಿ ಬಂತು. ಏನು ಇಷ್ಟೊಂದೆಲ್ಲ ಈಟ್ ಮಡಗಿದ್ದೀನಿ, ಆದ್ರೂ ನೀನು ಇದುವರೆಗೂ ಸೇಲು ಮಾಡಿಲ್ಲ, ಏನೂ ಮಾಡಿಲ್ಲ. ഇനിയിപ്പോ നോക്കാം. ಈ ತರ ಎಲ್ಲ ಮಾಡ್ರೆ ಹೆಂಗೋ ಈ ಲೋಡೆಲ್ಲ ಹೋಗೋದು. നമ്മളെ സ്ഥലത്തേക്ക് നോക്കിയാണ്, പക്ഷെ ಎಲ್ಲ ನೋಡ್ಕೊಂಡ್ ಮಾಡು. ನಿನ್ಗೆಲ್ಲ ಹೇಳಿದಿತ್ತಾನೆ ನೋಡ್ಕೊಂಡ್ ಮಾಡು ಅಂತ. ಎಲ್ಲ ಹೇಳಿದೀನಿ, ಇನ್ನು ನಾನು ಬರೋಷ್ಟರಲ್ಲಿ ಇದೆಲ್ಲ ರೆಡಿ ಆಗಿರ್ಬೇಕು. ദാണ്ട ആ കടയിലാടാ. നിങ്ങളിവിടെ ഓക്കെ. നിക്കേ, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. കിട്ടിയടാ, പക്ഷെ കോണ്ടാക്ട് നമ്പർ അല്ല, അഡ്രസ്സാ. ഇനിയിപ്പോ അങ്ങോട്ട് പോകണോ? പിന്നെ പോവാതെ എന്നാ നോക്കി നിക്കോ, ഇങ്ങോട്ട് വാ. ചേട്ടാ, ചേട്ടാ, ഇവിടെ തന്നെ ആണോ? ചേട്ടാ, ആടാ ആ ചേട്ടോ, പറയടാ, ഹാജ്. എന്തോന്നാടേ അത്? ചേട്ടാ, ആ എന്താണ്? ആ ഏതാ സാധനം? ചേട്ടാ മറ്റേ ഞങ്ങൾക്ക് EMA ഞങ്ങൾ ആ. ക്ലിയർ നോക്കാൻ വന്നേ. ആ ഇവിടെയാണ് സാധനം. ഏതാ? ഫോട്ടോ കാണിച്ചു കൊടുക്ക്. ചേട്ടാ അതൊരു കിളിയാണേ. കിളിയാ? ഏത് കിളി? ആ തൊപ്പിക്കിളി. ചേട്ടാ തൊപ്പിക്കിളിയല്ലേ, കോക്ടെയിൽ. ആട്ടോ ഇത് തന്നെ. ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച കിളി? ഇതാണ് നമ്മുടെ തൊപ്പിക്കിളി. ഇത് റേറ്റ് എത്ര? ഓ വളരെ കുറച്ച് റേറ്റേ ഉള്ളന്നേ. എത്ര ചേട്ടാ? ഓ വെറും 7500. 7500. ചേട്ടാ ഇവിടെ പൈസ കുറച്ച് കിട്ടുന്നോണ്ടല്ലേ ഞങ്ങള് വന്നത്. ഇവിടെ 7000 രൂപ. നമ്മൾ നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റും? നമ്മുടെ 1000 രൂപയേ ഉള്ളൂ. ആ അത് നടക്കുന്ന പരിപാടിയല്ല. കുറച്ച് കേട്ടോ, എന്തോ കേട്ടോ, വരെ വന്നതല്ല കേട്ടാ. നടക്കത്തില്ലേ, നമുക്ക് ഈ പൈസക്ക് കൊടുക്കാൻ പറ്റത്തോ? എന്നാലും ചേട്ടാ അതൊരു മൃഗമാണ്,
അതിനെ അപമാനിക്കാൻ പാടില്ല. അറിയാഞ്ഞിട്ടല്ലല്ലോ നമുക്കതിന്റെ കണ്ടിട്ട് കൊതിയാണ് വാർത്തടിച്ചാലോ. എന്നാലും ഇത്രയൊക്കെ പറയുമ്പോ എന്നാ ഓക്കെ ഏട്ടാ, വേണ്ട അല്ല വേണ്ട കേട്ടോ. പൈസ ഇല്ല. ടാറ്റ. ആ പൈസയായിട്ട് വന്നാ മതി. എന്നാ ശരിയെന്നാ. ബിജുവിന്റെ ഫോൺ വിളിക്കുന്നു. ബിജു വിളിക്കുന്നു. ഹലോ, ഇനി 2 ദിവസം കൂടെ, അതിനുള്ളിൽ എനിക്ക് എന്റെ കിളിയെ കിട്ടണം. പിന്നെ ഞാൻ എന്തിനാ അയാൾ പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ നീട്ടി പറയാൻ. ഓടാൻ റെഡി ആയിട്ട് കാണിക്കാൻ പോകുമാര്. എടി ഞാൻ വീണം തോന്നേ. എന്നെ ഓടിക്കാതെ നിക്കട അവിടെ. ഇത് ഏത് പാലം കരയിറങ്ങുന്ന ഒരു നാരങ്ങളും കിട്ടുമോ? നീ എന്ത് ഉദ്ദേശത്തിൽ എതിരെടുത്തോണ്ട് ഓടി പോലും അയാളെ കഴിച്ചത് പെടരുത്. നമ്മൾ എന്ത് ചെയ്യും? ഓ എന്ത് ചെയ്യാൻ, ഈ കിളിയെ പിടിച്ചു കൊണ്ട് കൊടുക്കാം. നല്ലൊരു ഐഡിയ അല്ലേ? ഒന്ന് പോടാ, അത് അയാളുടെ കിളിയല്ലെന്ന് അയാൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കും. നമ്മള് പറയും എന്ത് ഞങ്ങളത് കട്ടയല്ലെന്ന്. വിശ്വസിച്ച് പൈസ കൊടുത്ത് മേടിച്ച് പുള്ളിക്ക് കൊടുത്തയാന്ന്. അവൻ പൊട്ടനുള്ള അവന് കാര്യം പിടി കിട്ടി. അതെ, ഒരു പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് ഒരു തൊല്ലേല് ഒഴുങ്ങി കിട്ടുമല്ലോ. എന്നാലും അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് വയ്യ, ഒരു നാരങ്ങാളം കിട്ടും. ഞാൻ നാരങ്ങാളല്ലേ ചോദിച്ചുള്ളൂ. ഇച്ചിരി മാസമാവും. സോറി, നടക്കട വന്നു. അവന്റെ കിളി ബിജുവേടാ, പെട്ടെന്ന് വിളിക്കടാ. ബിജുവേ, കണ്ടത്തിൽ കിടന്ന് ചീവീട് ചിലക്കുന്നുണ്ട്. ആ ഇനി വാ, ഒരു സാധനം കൊണ്ടുണ്ട് മാമൻ. ഏടോ തന്റെ കിളി. ഇതോ ഇതെന്റെ കിളിയോ? ഇത് നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചു? മോളെ സോന, നല്ല കാര്യം. ഇങ്ങോട്ട് വന്നേ. ഈ കിളി നമ്മുടെ ആണോ നോക്കിയേ. അതെ, ഇത് കോക്കട്ടയില് തന്നെ. പക്ഷെ ഇത് തന്റെ കിളിയല്ല. ഞങ്ങൾ ഇത് പൈസ കൊടുത്ത് മേടിച്ചത്. ഞങ്ങൾ തന്റെ കിളിയെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവും ഇല്ല. ഞങ്ങൾ അത് ചെയ്യത്തുമില്ല. വാട പിള്ളാരെ. ഇങ്ങോട്ട് വന്നേ. ആ വലിച്ച് അങ്ങനെ മാസം ഡയലോഗ് അടിച്ച അങ്ങനെ അങ്ങ് പോയാലോ? ഇത് എന്റെ കിളിയാണെന്ന് ഞാനും കൂടെ ഒന്ന് ക്ലിയർ ആക്കട്ടെ കേട്ടോ. എന്നിട്ട് പോകാം, നമുക്ക് തീരുമാനിക്കാം. നമുക്ക് അതിന്റെ കാര്യങ്ങൾ. സോന ഇവിടെ വന്ന മോളെ ഒന്ന് നോക്കിയേ. ഇവിടെ വന്നാടി ഇറങ്ങി നോക്കി ഇങ്ങോട്ട് വന്ന്. ഇപ്പൊ എന്റെ ഫ്രണ്ട് സ്കോഡ് നിൽക്കുവാ. ഞാനിപ്പോ ഇറങ്ങി അവരെന്നെ കൊല്ലും. ഇപ്പൊ നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല, നിന്നെ ഞാൻ കൊല്ലും. ഇവര് 2 കിളിയെ കൊണ്ടുവന്നു. ഇത് നമ്മുടെ ആണോ നോക്കിയേ. ഇത് അതേ കിളി, നമ്മുടെ മോഷണം പോയ അതേ കിളി. ഇതോ നമ്മുടെ കിളിയോ? ഉള്ള കൂട്ടങ്ങളെ എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഒറ്റ ഓർമ്മ തന്നെ ഏരിയ കണ്ടുപോയേക്കുള്ളൂ. എല്ലാം പൊക്കണമല്ല. ഇത് ഞങ്ങളുടെ കിളി. ഇത് ഞങ്ങൾ അവിടെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നു. എടാ, നമ്മളത് മറ്റേ ആ പുള്ളിയുടെ കയ്യിൽ നിന്നല്ലേ എടുത്തോണ്ടു. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. വാ പോവാ.